നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നത് നമ്മളിപ്പോ ചാമുണ്ഡി ഹിൽസ് സന്ദർശിക്കാനായിട്ട് പോകുക. നല്ല തിരക്കുണ്ടല്ലേ? ഏറ്റവും ടോപ്പ് ഭാഗമാണ്, ഏറ്റവും ടോപ്പിലാണ് ചാമുണ്ഡി ഹിൽസ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പർച്ചേസിങ്ങിനൊക്കെ ഉള്ള ഒത്തിരി ഷോപ്പുകളുണ്ട്. മെയിനായിട്ടുള്ള കാര്യം ഇവിടെ ബാർഗിൻ ചെയ്ത് വേണം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. അവർ ഭയങ്കര വില പറയും. ഇപ്പോൾ ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ വില പറയുന്ന സാധനത്തിന് നമ്മളൊരു 25% റേറ്റ് നമ്മൾ പറയാം. 1000 രൂപ പറയുന്നതിനാണ് നമ്മൾ ഒരു 200-250 നമ്മൾ തുടങ്ങണം. അപ്പോൾ നമുക്കൊരു 300-350 രൂപയ്ക്ക് സാധനം കിട്ടും. നല്ല തിരക്കുണ്ടല്ലോ അത്യാവശ്യം. നല്ല തിരക്കാണ് കേട്ടോ. ദേവൂസുണ്ട്, പൊന്നിക്കിളിയുണ്ട്, രേഷ്മയുണ്ട്, വീണയുണ്ട്. എല്ലാവരും വീണേ ദേവു, സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല സ്ഥലമാണോ? ഷോപ്പിംഗ് ഇത്രയും ഷോപ്പിംഗ് ഉള്ള സ്ഥലം വേറെ നമ്മള് പ്രതീക്ഷിച്ചില്ല. അമ്മാടി പറ. ഇതാണ് ക്ഷേത്രം, ചാമുണ്ഡി ഹിൽസിലെ ക്ഷേത്രം. ഇതാണ് നല്ല തിരക്കാണ്. അതിനകത്ത് കയറിയാൽ നമ്മൾ പെട്ടുപോകും. നമുക്ക് സമയം വളരെ കുറവാണ്. ഇനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ളതുകൊണ്ട് നമ്മളിതിൻ്റെ പുറത്തെ ഭാഗങ്ങളും അന്ത്യാസിനൊക്കെ കണ്ടേച്ച് നമ്മൾ ഷോപ്പ് ചെയ്ത് തിരിച്ചു പോകും. ഇനി നമ്മൾ വേറെ സ്ഥലങ്ങൾ ഒത്തിരി കാണാനുണ്ട്. അതുകൊണ്ട് നമ്മൾ അകത്തൊന്നും കയറാൻ നിൽക്കുന്നില്ല. പുറമേ എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മൾ ആ വ്യൂ പോയിൻ്റ് എല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോകും. ആ ക്ഷേത്രം മൈസൂർ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാൻ വരേണ്ട സ്ഥലമല്ലേ ഇത്? മെയിനായിട്ട് കാണുന്നത് കാര്യം എന്തൊക്കെ പറയാം. ഞാൻ ആദ്യമായിട്ടോ കേട്ടോ മൈസൂർ വരുന്നത്. നിങ്ങൾ നേരത്തെ വന്നിട്ടുള്ളൂ അല്ലേ? നിങ്ങൾ മൈസൂർ വന്നിട്ടുണ്ടോ നേരത്തെ? നല്ല തിരക്കല്ലേ ഇവിടെ? ഷോപ്പിലൊക്കെ സാധനങ്ങളുണ്ട്. മിച്ചറുകളുടെ ഒരു കൂമ്പാരമുണ്ട്. മിച്ചറുകളുടെ പിന്നെ അമ്പലത്തിലേക്ക് വേണ്ട പൂജാ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പൈസ കൊടുത്താൽ ഈ ഒരു സെക്ഷൻ മൊത്തം അതാന്ന് തോന്നുന്നല്ലേ? ഓരോരോ സെക്ഷനാ അല്ലേ? ഗൈസ്, നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ വന്ന് 2 തള്ളയും 2 പിള്ളേരും കൈവിട്ട് പോയി. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ? നിങ്ങൾ കണ്ണാടി വെച്ചിട്ട് കാണാൻ ഞാൻ തോന്നുന്നു. ഈ ഒരു സെക്ഷൻ മൊത്തം പൂജ സാധനങ്ങളാ അല്ലേ? വലിയ സെക്ഷന്റെ വേറൊരു കാര്യം പറയാം. അമ്പലത്തിൽ കയറാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. നമ്മളെ ഗുരുവായൂർ വരിപ്പന്തൽ പോലെ ആൾക്കാർ വളഞ്ഞ് കയറാൻ. അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. നല്ല തിരക്കാണ്. നമുക്ക് അമ്പലത്തിനുള്ളിലോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നമ്മൾ വരുമ്പം നല്ല തിരക്കുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ഈ സ്വർണ്ണാഭരണങ്ങൾ, പേഴ്സ്, നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേർ, ഇവരൊക്കെ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം. കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിള്ളേരെ കിട്ടുകയില്ല. നമ്മുടെ ആഭരണങ്ങൾ, നമ്മുടെ കൂട്ടത്തിൽ കൂടി നമ്മുടെ ആഭരണങ്ങൾ, നമ്മുടെ പൈസ, പേഴ്സൊക്കെ അടിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിക്കേണ്ടത് വളരെ മൊത്തം ക്യൂ ആണെന്ന് തോന്നുന്നല്ലേ? ഭയങ്കര ക്യൂ ആ. നമുക്ക് ഏതായാലും കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നല്ലേ? നമുക്ക് ഏതായാലും പുറത്തു നിന്ന് കാണേണ്ട സാഹചര്യം വരത്തുള്ളൂ തോന്നുന്നല്ലേ? പിള്ളേരെ പിടിക്കണേ. പൊന്നിക്കിളിന്ത്യേ നല്ല തിരക്കുണ്ടല്ലോ. നല്ല തിരക്കാ.
കൂട്ടുകാരെ ഇവിടുത്തെ തിരക്കൊക്കെ ഉണ്ടല്ലോ, അസഹനീയമായ തിരക്കും അസഹനീയമായ ചൂടുമാണ്. കാലാവസ്ഥ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഭയങ്കര ചൂടാണ്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഇട്ടിട്ടൊന്നും ഒത്തിരി നടക്കാനുണ്ട്, സമയം കുറവാണ്. ഇന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിവിടെയൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ചെറിയ പർച്ചേസിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ അടുത്ത സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് പോകും. അതിനുശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് സൂവ് അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 7 മണി 8 മണിയാകുമ്പോഴും തിരിക്കും. അപ്പം ഈ കണ്ട വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ടെമ്പിളും ഇതിൻ്റെ പ്രദേശങ്ങളും ഒക്കെ ഒരു പ്രത്യേക മൂഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നമുക്കകത്ത് കയറാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അതുകൊണ്ട് നമ്മളകത്ത് കയറിയില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ബൈ ബൈ.